ഹലോ ഗൈസ്, ഇന്നൊരു ടേബിൾ ഓർഗനൈസിങ് വീഡിയോ ആണ്. അപ്പോൾ ഈ ഒറ്റ ക്ലിക്കിൽ കണ്ടാൽ നിങ്ങൾക്കിതിൻ്റെ എഫേർട്ട് മനസ്സിലാവും ഇല്ലല്ലോ. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കിലുള്ള എഫേർട്ട് നമുക്ക് കാണാം. ഫസ്റ്റ് തന്നെ എക്സാം പേപ്പർ. ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്തിട്ട് കുറേ നാളായി, പക്ഷേ അപ്ലോഡ് ചെയ്യുന്നത് 1 മന്ത് കഴിഞ്ഞിട്ടാണ്. സോ എല്ലാവർക്കും എക്സാം പേപ്പറൊക്കെ കിട്ടിയോ? പിന്നെ സ്കെച്ചസ് ആണ്. സ്കെച്ചസൊക്കെ വലിയ സ്കെച്ചും കുഞ്ഞു സ്കെച്ചും തരം തിരിച്ച് വെച്ച് കുഞ്ഞു ഹോൾഡറിലും വലിയ ഹോൾഡറിലൊക്കെ ആയിട്ടാണ് ഞാൻ പ്ലേസ് ചെയ്യുന്നത് കേട്ടോ. നമ്മളുടെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കൈ വെച്ച് എടുക്കാൻ പറ്റുന്ന ആ ഒരു ഇതിലാണ് ഞാൻ എടുക്കുന്നത്. അല്ലാണ്ട് നല്ല എസ്തെറ്റിക്സ് നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ സ്റ്റേഷനറീസ് മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു ടേബിൾ ഓർഗനൈസിങ് ആണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ഇതിൽ കാണുന്ന ഹോൾഡേഴ്സ്, ഈ ഒരു ഹോൾഡർ മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഒന്ന് ഗ്ലാസ്സിൽ എൻ്റെ ഒരു പഴയ ഒരു ബുഷ് വെച്ചാക്കിയത്. അങ്ങനെ അല്ലറ ചില്ലറ തട്ടിക്കൂട്ടൽ മാത്രമാണ്. കുറച്ച് എസ്തെറ്റിക് ഇല്ലാതെ നമുക്ക് പറ്റുമോ? ഇല്ല. സോ നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള സ്റ്റേഷനറീസ് മാത്രം വെച്ചിട്ടുള്ള ഒരു ടേബിൾ ഓർഗനൈസിങ് ആണ് ഇത്. കാണുന്നതിൻ്റെ തിരക്കിൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ, ആദ്യം പറഞ്ഞേക്കാം. ഓക്കെ, അപ്പോൾ 2-3 ഓർഗനൈസേഴ്സ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒന്നിൽ നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള പെന്ന്, പെൻസിൽ, പിന്നെ സ്കെച്ചസ്, പിന്നെ ഗ്ലൂ, അതായത് നമ്മൾ ജേർണൽ കുറേ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഗ്ലൂ, ട്വീസേഴ്സ്, പിന്നെ ഒന്നിൽ ആർട്ട് സംഭവങ്ങൾ, അതായത് CD മാർക്കർ, ജെൽ പെൻ, കോമ്പസ്, അങ്ങനത്തെ. ഇതൊക്കെ നമ്മൾ നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഹോൾഡേഴ്സിലൊക്കെ നമ്മൾ അതത് സാധനങ്ങൾ നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ ചാനലിൻ്റെ നെയിം ശ്രദ്ധ സിമ്പിൾ വൈബ്സ്. പിന്നെ ഇത് എൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് എനിക്ക് തന്ന ഗിഫ്റ്റാണ് കേട്ടോ. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ കുറച്ച് കുട്ടി കുട്ടി ഐറ്റംസ് ഈ ഒരു ഇതിൻ്റെ അകത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ ട്രൈപോഡായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ സാധനമൊക്കെ നമുക്ക് ഇനി ബെഡിലേക്ക് മാറ്റാം. അതായത് ഈ ഒരു ടേബിൾ നമുക്ക് നീറ്റായിട്ട് ക്ലീനാക്കി തുടക്കാനാണ്. പിന്നെ ഇനി വീണ്ടും ആ ബെഡിൽ നിന്ന് ഇവിടത്തേക്ക് എടുത്ത് വെക്കാം. പിന്നെ എല്ലാം നന്നായിട്ട് നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്യാം. ഫ്ലവർ വേസ് വെച്ചു, ഡസ്റ്റ്ബിൻ വെച്ചു, പിന്നെ നൈഫും സിസേഴ്സ് ഉള്ളതൊക്കെ വെച്ചു, പിന്നെ ഗ്ലൂവും വെച്ചു. ഞാനിവിടെ ഡസ്റ്റ്ബിൻ വെക്കാൻ കാരണം നമ്മൾ ജേർണൽ ചെയ്യുന്നതാണ്. സോ കുറേ വേസ്റ്റ് ഉണ്ടാവും. അതൊക്കെ അതിൻ്റെ അകത്ത് ഡംപ് ചെയ്യാനാണ്. പിന്നെ പെൻ ഹോൾഡർ, സ്കെച്ചസ് അതൊക്കെ വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ട എന്തായാലും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. സോ നമുക്ക് ചാനലിൻ്റെ നെയിം വെക്കാം. ദെൻ ഈ ഒരു സ്പേസ് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നില്ലേ, അപ്പം നമുക്ക് ഇവിടെയൊക്കെ ബുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ടൈം ടേബിൾ മസ്റ്റാണല്ലോ. പിന്നെ ഒരു ടു ഡു ലിസ്റ്റ്, നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം. അപ്പോൾ നമ്മളെ സ്റ്റഡി ടേബിൾ ഒക്കെ നല്ല നീറ്റായിട്ട് ഓർഗനൈസ് ആയിട്ടുണ്ട് കേട്ടോ.